ഹലോ എവരി വൺ. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. എങ്ങനെ ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യുക, എങ്ങനെ നിങ്ങൾക്കൊരു കമ്പനിയിൽ ജോലി കിട്ടുക, അഥവാ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജിമ്മൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു പുതിയ ട്രെയിനറെ ഹയർ ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്, ഒരു ഇൻ്റർവ്യൂക്ക് പോകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കരുതേണ്ട കാര്യങ്ങൾ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്ത് വളരെ ക്ലിയർ ആയിട്ട് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഇനീഷ്യലി ബേസിക്കലി ഒരു ട്രെയിനറുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവേണ്ട 3 കാര്യങ്ങളും, പിന്നെ എങ്ങനെ ഒരു സെൽഫ് ഇൻട്രോ ഉണ്ടായിരിക്കണം എന്നുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ ട്രെയിനർ അങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ ജിമ്മിൻ്റെ ഓണറിൽ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അപ്രോച്ചബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് സെലക്ട് ചെയ്യുള്ളൂ. സോ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാഫിനോടും സ്റ്റുഡൻസിനോടും പറഞ്ഞൊരു കാര്യമുണ്ട്, എനർജി ഈസ് കണ്ടേജിയസ്. നമ്മുടെ എനർജി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ആരാണോ അവരിലേക്ക് അവരുടെ ബ്രെയിനിലേക്ക് അത് റിസീവ് ആവും എന്നുള്ളത്, അവർക്കത് മനസ്സിലാവും. ഓക്കെ, ഇദ്ദേഹം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയാണ്, ഇദ്ദേഹത്തിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കാം എന്നുള്ളത് വളരെയധികം അതേ സ്ഥലത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു നെഗറ്റീവ് വൈബടിയും. സോ പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമ്മുടെ ബോഡി ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷനിലാണെന്നുണ്ടെങ്കിലും ആ പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. നമ്മളവിടെ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു മോർ ദാൻ 50% ടോക്ക് ചെയ്യും. നമ്മളെ ബോഡിയിലെ കോൺഫിഡൻസ്, നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതും ഈ കൈ ഓപ്പൺ ആയിട്ട് വയ്ക്കുന്നതൊക്കെ വളരെ എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആളുകളായിട്ട്, പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ബോഡി ലാംഗ്വേജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ നോളജ്. നമ്മുടെ നോളജിനോട് നമുക്കൊരു ഭയങ്കര കോൺഫിഡൻറ്റ്, നമ്മളെ നോളജിനെ നമ്മളെ അറിവിനെ കുറിച്ച് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ എന്ത് പറയുകയാണെങ്കിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം പറയാൻ. പിന്നെ ബ്ലാങ്ക് ആയിട്ട് ഒരിക്കലും നമുക്കൊരു ഇൻ്റർവ്യൂവിലേക്ക് കയറി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്കിതിനെക്കുറിച്ചിട്ടുള്ള പ്രോപ്പർ ധാരണ ഉണ്ടായിരിക്കണം, ഒരു സർട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അല്ലാതെ നമ്മളൊരു ഇൻ്റർവ്യൂക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% അവർ എക്സ്പെക്റ്റേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓവർ കോൺഫിഡൻസ് ആവാൻ പാടില്ല, വളരെയധികം നെർവസ് ആവാൻ പാടില്ല. നെർവസ് അത് കോമൺ ആണ്, പക്ഷെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെർവസ് അല്ലാതെ തന്നെ ചെയ്യാം. ഒന്ന് വിഷ്വലൈസ് ചെയ്യാം, ഒന്ന് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം, അതായത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. കുറച്ച് വേണമെങ്കിൽ ഒരു 10-30 ജമ്പ് റോപ്പ് അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ഒക്കെ ഒന്ന് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മുടെ ഹെഡ് ടു ടോ റിലാക്സ് ചെയ്ത് ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഒരു പ്രസൻസ് ഉണ്ടാവും, നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് ഉണ്ടാവും. നമുക്കൊരു ഫീൽ ഗുഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻ്റർവ്യൂക്ക് ആ ഒരു ഫീൽ ഗുഡ് കിട്ടും. അതാണ് ബേസിക്കലി. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് എപ്പോഴും നമ്മൾ ഒരു പ്രൊഫഷണൽ ഔട്ട്ഫിറ്റ് തന്നെ ആയിരിക്കണം. കാരണം നമ്മൾ അവിടെ പോയിട്ട് ചിലപ്പം നമ്മൾ ചില എക്സസൈസിൻ്റെ ഫോമോ കാര്യങ്ങളോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫോർമലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു പോളോയുടെ ടീഷർട്ട്, പിന്നെ ഒരു ട്രാക്ക് സ്യൂട്ട്, പറ്റുമെങ്കിൽ അത് ഇൻസൈഡ് ചെയ്തിട്ടൊരു നല്ലൊരു പ്രൊഫഷണൽ ട്രെയിനർ ലുക്കിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഏത് നിമിഷവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് വേണമെങ്കിൽ തന്നേക്കാം. അതും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് തന്നെ ഇനീഷ്യലി സെൽഫ് ഇൻട്രൊഡക്ഷനാണ് ചോദിക്കുക. നമ്മൾ വളരെ ഹോണസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഹോണസ്റ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഫോൾട്ടോ പ്രോബ്ലംസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം. ആ ഒരു ഓപ്പൺ മൈൻഡ്നെസ്സിന് 100% അവരൊരു മാർക്ക് ഇടും എന്നുള്ളത് വളരെ ഷുവറാണ്. ദെൻ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് അവിടെ ഇത് ചെയ്യാൻ അവിടെ കൊടുക്കുക. സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് സർട്ടിഫിക്കേഷൻ ആദ്യം, ഏറ്റവും കൂടുതൽ അക്രഡിറ്റേഷൻ, ഇപ്പോൾ ACSM NASM ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് കൊടുക്കുക. ദെൻ നിങ്ങളുടെ വർക്ക്ഷോപ്പ് സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഏതാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ
പോയ പോസ്റ്റ് ഏതിനാണോ, ഇപ്പോൾ പേഴ്സണൽ ട്രെയിനർ ആണെങ്കിൽ പേഴ്സണൽ ട്രെയിനറിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഫ്രണ്ടിൽ വയ്ക്കുക. ദെൻ ബോഡി ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റോ നാഷണൽസോ ഏതെങ്കിലും അത്ലറ്റിക് ഇവൻറ്റിൻ്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വയ്ക്കുക. അതിനു മുമ്പ് സ്പെഷ്യലൈസേഷൻ്റെ ഇത് വെക്കണം. നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഏതെങ്കിലും വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. സർട്ടിഫിക്കേഷൻസ് അവിടെ സബ്മിറ്റ് ചെയ്യുക. ദെൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ്, ബേസിക്കലി നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ലാസ്റ്റത്തെ നമ്മുടെ ഇത്ര കാലത്തെ നിങ്ങളുടെ എക്സസൈസിനോടുള്ള എക്സ്പീരിയൻസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. അതിന് മുമ്പായിട്ട് നമുക്ക് വൈ പേഴ്സണൽ ട്രെയിനിങ് എന്നുള്ളൊരു സംഭവം കൊടുക്കാം. എന്തുകൊണ്ട് ഞാൻ പേഴ്സണൽ ട്രെയിനിങ് ചൂസ് ചെയ്തു. നിങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഞാൻ ആദ്യം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ആ വർക്കൗട്ടിനോട് ഒരു ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ബോഡിയിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് തോന്നി. കാരണം എന്നെ ആളുകൾ അഡ്മയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ബോഡി ബിൽഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ നീ കൊള്ളാം എന്നൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ അത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് എനിക്ക് അവരുടെ ബോഡിയിൽ ട്രാൻസ്ഫോർമേഷൻ കണ്ടുവന്ന സമയത്ത് എനിക്കൊരു ഉണ്ടായൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷനാണ് എന്നെ ഇതിലേക്ക് ഡ്രൈവ് ചെയ്ത്. പിന്നെ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് തിരഞ്ഞ സമയത്ത് എനിക്ക് മറ്റ് എല്ലാ ജോലിയിനേക്കാളും കൂടുതൽ ആപ്റ്റായിരിക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ ഫിറ്റ്നസ് ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലുള്ള മറ്റ് വർക്കുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതിലൂടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയ, അതുപോലെ തന്നെ എൻ്റെ ഫാമിലീനെ നോക്കാനും എനിക്ക് ഇതിലൂടെ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി സെലക്ട് ചെയ്തത്. ഇതൊരു ചെറിയ ഷോർട്ട് എൻ്റെ സ്റ്റോറിയാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. കാരണം അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്താണെന്നുള്ള അറിയാനൊരു ക്യൂരിയോസിറ്റി, അതിലായിരിക്കും അവരുടെ മെയിൻ എന്താ പറയുക, മെയിൻ നിങ്ങളായിട്ടുള്ള അവരുടെ റാപ്പോ ബിൽഡ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആ ഇൻട്രോ എന്നുള്ള കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നിങ്ങൾ പറയണം, നിങ്ങളുടെ ക്രെഡിബിലിറ്റീസ് പറയണം, നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റോറി നിങ്ങൾ 100% പറയണം. ദെൻ നിങ്ങളുടെ ഫ്യൂച്ചർ ഒരു 5 years കൊണ്ട് നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം, ഏത് ലെവലിലേക്ക് എത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ പോയിൻറ്റ് എന്നുള്ളതും കൂടി നിങ്ങളതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അവരെ ഭാഗത്ത് അപ്പോൾ ഞാൻ പറഞ്ഞ 2-3 പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുക. അത് ഹോണസ്റ്റ് ആയിരിക്കണം, വളരെ ഹോണസ്റ്റ് ആയിരിക്കണം നിങ്ങൾ സെൽഫിനെ കുറിച്ചിട്ട്. ദെൻ സർട്ടിഫിക്കേഷനും എക്സ്പീരിയൻസും നിങ്ങൾ വെക്കേണ്ടത് കറക്റ്റ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഫ്രണ്ടിൽ വയ്ക്കുക. അതായത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറിതാണ് പോയതെങ്കിൽ, പേഴ്സണൽ ട്രെയിനറുടെ പോസ്റ്റിനാണ് നിങ്ങൾ പോയതെങ്കിൽ CPT ഫ്രണ്ടിൽ വയ്ക്കുക. ദെൻ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇഞ്ചുറി മാനേജ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്രീഷനോ ആണെങ്കിൽ ഏതെങ്കിലും CPT സർട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ രണ്ടാമത് വയ്ക്കുക. ദെൻ അത്ലറ്റിക് ഇവൻറ്റ്സ് ഏതെങ്കിലും നാഷണൽസോ സ്റ്റേറ്റ്സോ എന്തെങ്കിലും, നാഷണൽസ് ആണ് അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻസ് ഉണ്ട്, വേൾഡ് ചാമ്പ്യൻ ആദ്യം വെക്കുക, ദെൻ നാഷണൽസ് വെക്കുക. ദെൻ അങ്ങനെ ആ ഒരു ഓർഡറിൽ, അതായത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൽ ലാസ്റ്റിലേക്ക് ഏറ്റവും എന്താ പറയുക വീക്കായിട്ടുള്ള സർട്ടിഫിക്കേഷൻ വയ്ക്കാം. ദെൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കേഷനും ഫ്രണ്ടിലുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ പേഴ്സണൽ ട്രെയിനിങ് ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ കരിയർ നിങ്ങൾ ചൂസ് ചെയ്തതെന്നും എന്താണ് നിങ്ങളാകാൻ പോകുന്നതെന്നും എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളതും നിങ്ങളതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് സെൽഫ് ഇൻട്രോയിൽ പറയാനുള്ളത്. ദെൻ ക്വസ്റ്റ്യൻസിൽ 100% ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് എന്താണ് നിങ്ങളുടെ ട്രെയിനിങ് ആൻഡ് ന്യൂട്രീഷൻ ഫിലോസഫി എന്നുള്ളത് ചോദിക്കാൻ ചാൻസസ് ഉള്ളത്. ഇത് പല രീതിയിൽ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ചില ആൾക്കാർ ഇത് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയും, എങ്ങനെയാണ് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കാമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ പറയും. ഒബ്വിയസ്ലി പറയാണ്ടാത്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ MLM അല്ലെങ്കിൽ നമ്മുടെ സപ്ലിമെൻറ്റ്സിലൂടെ വെയിറ്റ് ലോസ് ചെയ്യാം, ഡയറ്റ് മാത്രം ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാം, കീറ്റോയിലൂടെ വെയിറ്റ് ലോസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഇത്തരം പറയുന്ന ഒരുപാട് ആൾക്കാർ. ഇതൊക്കെ ബിഗ് നോസാണ്. അവിടെ കറക്റ്റ് നമ്മൾ ആസ് പെർ ഇപ്പോൾ എയ്സോ അല്ലെങ്കിൽ ലെവൽ 3 നമ്മൾ പഠിച്ച പോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള അവരുടെ അസസ്മെൻ്റ് എടുത്ത് അവരുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്ത് അത് സ്മാർട്ടാക്കി ദെൻ അവർക്ക് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് ടെൽ ഷോ ഡു മെത്തേഡ് വഴി അവർക്കത് അപ്ലൈ ചെയ്ത് പ്രോപ്പർ എന്താ പറയുക നമ്മുടെ സാൻഡ്വിച്ച് മെത്തേഡ് ഒക്കെ ഫീഡ്ബാക്സിന് നമ്മൾ യൂസ് ചെയ്ത് അത് പ്രോപ്പറായിട്ടൊരു ബ്ലൂ പ്രിൻറ്റിൽ ട്രാക്ക് ചെയ്ത്
അവർക്ക് അനുയോജ്യമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടാണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട്, അല്ല നിങ്ങൾക്ക് അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ കോണ്ടിയത്തിലുള്ള നമ്മുടെ സപ്പോർട്ടീവ് സിസ്റ്റത്തിലുള്ള ഒരു ന്യൂട്രീഷനിസ്റ്റിനെ റെഫർ ചെയ്ത് അവർക്കൊരു ഡയറ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കംപ്ലീറ്റ്ലി A to Z അവരുടെ ഗോളിലേക്ക് സേഫ് ആൻഡ് എഫക്റ്റീവായിട്ട് എക്സസൈസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ജോലി. അല്ലെങ്കിൽ അതാണ് എൻ്റെ എക്സസൈസിനോടും ഡയറ്റിനോടുള്ള ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആക്ച്വലി വേണ്ടത്. ഇത് ചുരുക്കി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ലെവൽ 3യും അല്ലെങ്കിൽ എയ്സും പഠിച്ച ആളുകൾക്ക് കറക്റ്റായിട്ടൊരു ധാരണ ഉണ്ടാവും. ആദ്യത്തെ 5 ചാപ്റ്റർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കും. എന്നാലും ഞാൻ ചില ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിൽ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദെൻ ബിഹേവിയറൽ സയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ചോദ്യം എന്തായാലും ഉണ്ടാവേണ്ടതാണ്. കാരണം മോർ ദാൻ ഈ അനാറ്റമി അല്ലെങ്കിൽ ഒരു സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പം നമുക്കറിയാം മേജറായിട്ടുള്ള കസ്റ്റമേഴ്സ് കംപ്ലീറ്റ്ലി ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒബിസിറ്റി അതുപോലുള്ള പ്രോബ്ലംസും കൊണ്ടുവരുന്നതാണ്. അവർക്ക് ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ കോമ്പറ്റീഷനോ ഒന്നും ചെയ്യാൻ വേണ്ടി വരാം. ഈവൻ ബോഡി ബിൽഡിങ്ങിനാണെങ്കിലും കോമ്പറ്റീഷനാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യണം. അവർ എക്സിസ്റ്റൻ്റ്ലി ഉള്ള അവരുടെ സ്വഭാവത്തിൻ്റെ പാറ്റേണിൽ നിന്ന് അവരെ മാറ്റിയിട്ട് അവരെ പുതിയൊരു പാറ്റേണിലേക്ക് കൊണ്ടുവിടണം. അപ്പോൾ ആ പാറ്റേണിൽ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനുള്ള അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റാപ്പോ ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ഉണ്ടാവുക, എങ്ങനെയാണ് സെൽഫ് മോണിറ്ററിങ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ സ്ഥിരമായി എക്സസൈസിൽ നിർത്താൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത് സൈക്കോളജിക്കലി ആകാം ഫിസിയോളജിക്കലി ആകാം, ഏതൊക്കെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ട്രെയിനർക്ക് നല്ല ധാരണ ഉണ്ടാവും. ഇതും ലെവൽ 3-ലാണെങ്കിലും എയ്സിലാണെങ്കിലും ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഉണ്ടാവുക. കാരണം നമുക്കൊരു ജിമ്മിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് റിട്ടൻഷനാണ്. ആ ജിമ്മിൻ്റെ നിലനിൽപ്പിന് റിട്ടൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കണം. പിന്നെ കസ്റ്റമേഴ്സ് റെഗുലർ എക്സസൈസർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിനെക്കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു PT വന്നെടുത്ത് അത് കഴിഞ്ഞ് ഒരു 10 കിലോ കഴിഞ്ഞ് ലോസ് ചെയ്തു, 10 കിലോ ലോസ് ചെയ്ത് പിന്നെ ജിമ്മിൽ നിന്ന് വിട്ടുപോകുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അത് കാരണം അവർക്ക് ഇപ്പോഴും ആ പാറ്റേണിൽ നിന്ന് വിട്ടിട്ട് അവർ പുതിയൊരു പാറ്റേൺ ബ്രെയിനിൽ ഫിക്സ് ചെയ്തിട്ടില്ല, അവരുടെ സ്വഭാവത്തിൽ കംപ്ലീറ്റ്ലി മാറ്റം കൊണ്ടുവന്നിട്ടില്ല. ഇനി പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഒരു 10 കിലോ കുറയ്ക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അവർക്ക് വിട്ടു പോവില്ല. അവർക്ക് ഒരു ഹെൽത്തി ലൈഫാണ് അവർ കൊണ്ടുവന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ട്രെയിനേഴ്സിന് ബിഹേവിയറൽ സയൻസിൽ ഒരു ലെസ് നോളജ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനെ ക്ലയൻറ്റ്സ് വിട്ടുപോകുന്നത്. ഓക്കെ, സോ ആ ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം പേഴ്സണൽ ട്രെയിനിങ്ങിൽ. ദെൻ ഒബ്വിയസ്ലി അനാറ്റമി, കാരണം ഏതൊക്കെ മസിൽസ് എങ്ങനെയൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഏത് പുള്ളിങ് മസിൽസ് ഏതൊക്കെയാണ്, പുഷിങ് മസിൽസ് ഏതൊക്കെയാണ്, മേജർ മസിൽ ഗ്രൂപ്പ്സ്, മേജർ മസിൽ ഭയങ്കര ഡീപ്പായിട്ട് അനാറ്റമിയിൽ പോകേണ്ട കാര്യമില്ല. മേജർ മസിൽ ഗ്രൂപ്പ്സ്, ഇപ്പോൾ ജനറൽ ഫിറ്റ്നസ്സിനുള്ള എക്സസൈസ്, ബെഞ്ച് പ്രസ്, സ്ക്വാട്ട്, ബൈസെപ്സ് പോലുള്ള മസിൽസ് എക്സസൈസുകളുടെ മസിൽസ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതിൻ്റെ പേര് നിങ്ങൾ കറക്റ്റായിട്ട് മെമ്മറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടൊരു ധാരണ വേണം. കാരണം പോസ്റ്റൽ കറപ്ഷനൊക്കെ നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അത് ചോദിക്കുകയും ചെയ്യും. അതായത് വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ അനാറ്റമി ചോദിക്കുള്ളെങ്കിൽ പോലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അസസ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് ഭയങ്കര ഒരു ധാരണ വേണം. ഇത് ബേസിക് ആയിട്ടുള്ള, അപ്പോൾ ഒരു കസ്റ്റമർ പുതിയത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ PARQ ലൈഫ് സ്റ്റൈൽ ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കും, PARQ കൊടുക്കും. ദെൻ ഇപ്പോൾ മെഡിക്കലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മെഡിക്കൽ ക്ലിയറൻസ് വേണം. ദെൻ ലയബിലിറ്റി വേവിയർ വേണം. സോ ദെൻ പോസ്റ്റൽ കറക്ഷന് നമ്മൾ കുറച്ച് ഇത് ചെയ്യും. അതായത് പ്ലം ലൈൻ അസസ്മെൻറ്റ് ചെയ്യും, പാസീവ് സ്ട്രെയിറ്റ് ലെഗ് റേസ് ചെയ്യും, തോമസ് ടെസ്റ്റ് ചെയ്യും, ദെൻ സ്ക്വാട്ട് ചെയ്യും, സിറ്റപ്സ് ചെയ്യും. ഇതൊക്കെ നമ്മൾ 1RM ടെസ്റ്റുകൾ ചെയ്യും. സോ ഈ അസസ്മെൻറ്റ്സുകളെ കുറിച്ചിട്ട് പക്ക ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയ്സ് ആണെങ്കിലും ലെവൽ 3 ആണെങ്കിലും ചാപ്റ്റർ 10 പ്രോപ്പറായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസസ്മെൻറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ദെൻ അതുപോലെ പോസ്റ്റൽ കറപ്ഷൻ, ഇപ്പോൾ കൾട്ടിലൊക്കെ ഇപ്പോൾ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പോസ്റ്റൽ കറപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്.
കാരണം നമ്മളെ സ്റ്റെബിലിറ്റി മൊബിലിറ്റി ഫേസിൽ ആദ്യം നമ്മൾ അസസ്മെൻറ്റ് ചെയ്ത് അവർ ഈ പ്ലൈനിലൂടെ അവർ സ്റ്റേബിൾ ആണോ, അവർ പ്രോപ്പർ മൊബിൾ ആണോ എന്ന് നോക്കും. നോക്കി ആ ഫേസിൽ അവരുടെ ബോഡിയൊക്കെ കറക്റ്റ്, അവരുടെ പോസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇഞ്ചുറി അല്ലാത്ത ഒരു ബോഡി ഉണ്ടാവുള്ളൂ. ഇഞ്ചുറി അല്ലാത്ത ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു ബോഡി അല്ലെങ്കിൽ ഇഞ്ചുറി വരാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം ഉണ്ടാവുകയുള്ളൂ. കാരണം അവിടെ എന്തെങ്കിലും പോസ്റ്ററൽ ഡീവിയേഷൻ ഉണ്ട്, സ്റ്റിൽ ആ ഡീവിയേഷൻ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും അവരെ ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പൊതുവേ ഉണ്ടാകുന്ന ഫോർവേഡ് ഹെഡ്, ദെൻ റൗണ്ടഡ് ഷോൾഡേഴ്സ്, ദെൻ പെൽവിക് ടിൽറ്റ് ഒക്കെ നോർമലി ഉണ്ടാകുന്ന ഒരു കേസ്. കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കൂടുതൽ ടെക്കി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന വലിയൊരു വിഷയമാണ്. അത് കറക്റ്റ് സ്ട്രെച്ച് ചെയ്ത് മസിൽസ് നോർമൽ ഫോമിലേക്ക് കൊണ്ടുവച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഏരിയ പ്രോപ്പറാക്കി അലൈൻഡ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ത്രൂഔട്ട് അങ്ങനെ തന്നെ അവരെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇഞ്ചുറി വരും എന്നുള്ളത് ഷുവറാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പോസ്ചർ എങ്ങനെ അസസ് ചെയ്യണമെന്നും അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിന് ചാപ്റ്റർ 10 റെഫർ ചെയ്യും, എയ്സ് ആണെങ്കിലും ലെവൽ 3 ആണെന്നുണ്ടെങ്കിലും. ദെൻ അസസ്മെൻറ്റിൻ്റെ പേരും പാസീവ് സ്റ്റേറ്റ് ലെഗ് റേസും പിന്നെ തോമസ് ടെസ്റ്റും സ്ക്വാട്ടും അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൾട്ടിലിപ്പം മെയിനായിട്ട് ചോദിക്കുന്ന പോസ്റ്റർ കറക്ഷനാണ്. നെക്സ്റ്റ് വരുന്നത് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന സപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ട്രിക്കി ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇഞ്ചുറി അയാൾക്ക് പറ്റി, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനീഷ്യലി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് നമുക്ക് പറയാം. കാരണം ഇത് നമ്മുടെ സ്കോപ്പിൽ പറ്റാതല്ല, നമ്മുടെ സേഫ് ആൻഡ് എഫക്റ്റീവായിട്ട് എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഏരിയയിൽ ഇപ്പം അയാൾക്ക് ഒരു കഴുത്ത് വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മസാജ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആളാരാണ്, ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാനാണ് നമ്മൾ പറയേണ്ടത്. അത് നമ്മുടെ സ്കോപ്പിലുള്ള കാര്യമല്ല, നമ്മുടെ പണി മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ഡയറ്റ്, നമ്മളൊരു ന്യൂട്രീഷനിസ്റ്റ് അല്ലാതെ നമുക്ക് ഡയറ്റ് എഴുതി കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല. കാരണം അതൊരു ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ ഡയറ്റീഷ്യന് മാത്രം പറ്റുന്ന ഒരു ജോബാണ്. അതുപോലെ ട്രിക്കി ആയിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതകൾ കൂടുതലാണ്. ദെൻ പ്രോഗ്രാം ഡിസൈനിങ് ഉണ്ടാവും. 100% ഒരു പ്രോഗ്രാം ഡിസൈനിങ് ഉണ്ടാവും. നിങ്ങൾക്കൊരു കേസ് സ്റ്റഡി വരും, ഒരു 40 വയസ്സ്, അതായത് നമുക്ക് അതായത് നമ്മുടെ ജിം ഓണർ ഏത് കേസ് സ്റ്റഡിയാണോ തന്നത് എന്ന് നോക്കി ആ കേസ് സ്റ്റഡി കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി അവിടെ മെഡിക്കൽ റിലീസ് വേണോ അല്ലെങ്കിൽ അവിടെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഏത് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തൊരു പ്രോഗ്രാം ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവിടെ സൂപ്പർ സെറ്റിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടോ, ഡ്രോപ്പ് സെറ്റിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് 1 മസിൽ ഫൈബേഴ്സ് ആണോ, ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്ന, എൻഡ്യൂറൻസ് ആണോ, അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി ആണോ, സ്ട്രെങ്ത് ആണോ, പവർ ആണോ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ എൻഡ്യൂറൻസ് ആണെന്നുണ്ടെങ്കിൽ 15 to 20 റെപ്പിറ്റേഷൻ, 65% ഓഫ് 1 RM എന്താ പറയുക 30 seconds റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻസ് ഉണ്ട്. ആ ഏത് ഇക്വേഷൻസാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നമ്മളത് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് മാത്രമല്ല നമ്മൾ ഈവൻ അത് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൈനാമിക് വാമപ്സ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഡൈനാമിക് വാമപ്സ് അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വിധം, അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് പ്രോഗ്രാം എന്നുള്ള നമ്മൾ ഏതാണോ എക്സസൈസ് ചെയ്തത് ആ എക്സസൈസ് ഓരോന്നും നമുക്ക് അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. കറക്റ്റായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അത് ടെൽ ഷോ ഡു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക ഏത് മസിൽസിനാണ് എഫക്റ്റ് ഉണ്ടാവുന്നത്, ഇത് ഏതാണ് എക്സസൈസ് എന്ന് പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക, ദെൻ ചെയ്തു കൊടുക്കുക എന്നുള്ള മെത്തേഡ്. അതുപോലെ തന്നെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്ന രീതി സാൻഡ്വിച്ച് മെത്തേഡിലാണ്. അതായത് ഫസ്റ്റ് ബ്രെഡ്, ദെൻ ബർഗർ, ദെൻ ബ്രെഡ്. ലൈക്ക് അത് എന്താണോ ചെയ്തത് കറക്റ്റായിട്ടുള്ളത് ആ കറക്റ്റായത് ആദ്യം പോസിറ്റീവ് കൊടുക്കുക, ദെൻ എന്താണോ ചേഞ്ച് ചെയ്യാനുള്ളത് അത് സെൻറ്ററിൽ കൊടുക്കുക, ദെൻ വീണ്ടും ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് നമ്മളൊരു എന്താ പറയുക അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ എന്ത് ശരിയാക്കണം എന്നുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കലാണ്. ഒരു സാൻഡ്വിച്ച് മെത്തേഡിലാണ് ഫീഡ്ബാക്ക്സ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഫോം ഔട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതും
ആ രീതിയിലുള്ള കൗണ്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒച്ച കുറച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ കൗണ്ട് ചെയ്യുന്നതും ആ രീതിയിലുള്ളതൊക്കെ നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പ്രോഗ്രാം ഡിസൈനിങ്ങിൽ ഇത്ര കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ക്ലയൻറ്റുമായി ഇൻ ബിറ്റ്വീൻ സെഷൻ ക്ലയൻറ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് എങ്ങനെ ഈ എക്സസൈസ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് ഈസി ആണോ, മീഡിയം ആണോ, ഹാർഡാണോ, അല്ലെങ്കിൽ എവിടെയാണ് ഇത് കറക്റ്റായിട്ട് എക്സസൈസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. സോ അത് മാത്രമല്ല, അതിന് പുറമേ ഉള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. കാരണം നമുക്ക് ആ ഒരു എക്സസൈസ് എൻജോയബിൾ ആക്കാൻ വേണ്ടി നമുക്ക് എന്താ പറയുക, റാപ്പോ ബിൽഡ് ചെയ്യാനുള്ള കുറച്ച് കുശല അന്വേഷണങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് നമ്മൾ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവുള്ളൂ. ആ കണക്ഷനിലൂടെ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ആ റാപ്പോയിലൂടെയാണ് ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ വരിക. ഒരു ക്ലയൻ്റ് ഒരു ട്രെയിനറെ വിശ്വസിക്കുന്നതിലൂടെയാണ് ആക്ച്വലി നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. എന്ന് വിചാരിച്ച് നമ്മൾ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനല്ല, ചെറിയ രീതിയിൽ ഒരു ഔട്ട് ഓഫ് പ്രൊഫഷണൽ ക്വസ്റ്റ്യൻസ് വളരെ മൈന്യൂട്ട് രീതിയിൽ ചോദിക്കുന്നത് ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു എക്സസൈസ് പ്രോഗ്രാം എൻജോയബിൾ ആക്കാൻ സഹായിക്കും. ദെൻ നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നമുക്ക് വേണം. കാരണം നമുക്ക് പൊതുവേ കേരളത്തിലാണെങ്കിലും യു എയിലാണെങ്കിലും ഇപ്പം ഗോൾഡ് ജിമ്മ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫസ്റ്റ് പോലുള്ള ജിമ്മുകളിലേക്ക് ഹയർ ചെയ്യുമ്പോഴല്ലാതെ ബാക്കി വലിയൊരു 90-95% ജിമ്മുകളിലേക്ക് അവരവരുടെ ബിസിനസ്സിന് ഇദ്ദേഹം മെച്ചപ്പെട്ട ഒരു ട്രെയിനറാണോ എന്നും കൂടി നോക്കും. നിങ്ങൾക്കൊരു സെയിൽസിലും മാർക്കറ്റിങ്ങിലും ഒക്കെ ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ, സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം, അല്ലെങ്കിൽ പഠിച്ച് ഞാൻ ഇത്തരം സ്കിൽസ് പഠിച്ചിട്ടുണ്ട്, ഇതെനിക്ക് ഈ ജിമ്മിൽ യൂസ്ഫുൾ ആക്കി ഈ ജിമ്മിനെ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റും. പിടിക്കുന്ന സ്ട്രാറ്റജി, ഇപ്പോൾ സെയിൽസിനൊക്കെ ഒരു പ്രോസസ്സുണ്ട്. ആദ്യം എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം, ദെൻ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കണം, അർജൻസി എങ്ങനെ കൊടുക്കണം, അതുപോലെ തന്നെ ക്ലോസിങ് ടെക്നിക്സ് ഏതൊക്കെയായിരിക്കണം. നിങ്ങളിത് ഒരു സെയിൽസിൻ്റെ പുസ്തകം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതേ സ്ട്രാറ്റജി നിങ്ങൾക്ക് പിടിക്കുന്നതിലും അതുപോലത്തെ പുതിയ മെമ്പർഷിപ്പ് കൊണ്ടുവരുന്നതിലും അല്ലെങ്കിൽ പുതിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂട്രീഷൻ സെല് ചെയ്യുന്നതിൽ, സപ്ലിമെൻറ്റ്സ് സെല് ചെയ്യുന്നതിൽ ഒക്കെ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈ കമ്പനിയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ പുതിയ അസസ്മെൻറ്റ് ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ട് പുറത്തുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ ജിമ്മിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. ഈവൺ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു ലൈറ്റ് പോലും ഞങ്ങൾ ഓഫാക്കും, എന്നിട്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യും എന്ന് പറയുകയാണെങ്കിലും 100% നിങ്ങൾക്ക് ചാൻസ് കൊടുക്കും. അത് ഒരു ഓവർ കോൺഫിഡൻറ്റ് ആയിട്ട് അല്ല പറയേണ്ടത്, അത് വളരെ നാച്ചുറലായിട്ട് നിങ്ങൾക്കത് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ജോലി അത് പോസിറ്റീവായിട്ട് ബാധിക്കും. ദെൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവേഴ്സിനോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഒന്ന്, നിങ്ങൾക്ക് വാട്ട് ടൈപ്പ് ഓഫ് ക്ലയൻസ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ എത്ര സെഷൻസ് വീക്കിലി ഒരു ട്രെയിനർക്ക് ആവറേജ് ബേസിസിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇൻകം അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അത് അവർ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം പെട്ടെന്ന് അങ്ങനെ ട്രെയിനേഴ്സൊന്നും അധികം പോയിട്ട് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. പക്ഷേ ഈ 2 ചോദ്യങ്ങളൊക്കെ കണ്ണിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ശരിക്കും ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ആ സ്ഥാപനത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവരുടെ എങ്ങനെയാണ് സെഷൻസ് പോകുന്നത്, എത്രയാണ് അവരുടെ പ്രൈസ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, ആ കോമ്പറ്റീറ്റേഴ്സ് എത്ര പ്രൈസിനാണ് കൊടുക്കുന്നത്, ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവിടെ നമ്മളിപ്പോൾ കമ്പനിയിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന കമ്പനിയിൽ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കമ്പനിയേക്കാൾ മുന്നിലേക്ക് എത്താം എന്നുള്ളത്. അത് ഇൻ്റർവ്യൂവറെ ഈഗോ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജിമ്മിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ നെർവസ് ആവാതിരിക്കുക, മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. മാക്സിമം കോൺഫിഡൻ്റ്, അതായത് ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ, ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ കൊണ്ടുവരിക. പിന്നെ പ്രിപ്പയർ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ നോളജിൽ നിങ്ങൾ നല്ല കോൺഫിഡൻറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. സോ ഇത്രയൊക്കെയാണ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളും. സോ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു. അതുപോലെ സ്റ്റെബിലിറ്റി, നിങ്ങളവിടെ സ്റ്റേബിൾ ആയിട്ട് 2 വർഷം ഉണ്ടാവും എന്നുള്ള, നിങ്ങൾക്ക് 2 വർഷത്തേക്കുള്ള എക്സ്പീരിയൻസ് വേണം എന്നുള്ള പ്ലാൻസൊക്കെ നിങ്ങളവിടെ പറയണം. കാരണം സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈം പീക്ക് ഹവേഴ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനും കൂടി പറ്റണം. അല്ലാഞ്ഞാൽ നിങ്ങൾക്കുള്ള ജോലി മിസ്സായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾ അടുത്ത മാസത്തിലേക്ക് അവസാനത്തിലേക്കൊക്കെ വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് മോസ്റ്റ് ഓഫ് ദി ജിമ്മ് ചിലപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടാവും ഹയർ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വേക്കൻസി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ പറയുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.